ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹോപ്പ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ചയിൽ നാം ഒത്തൊരുമിച്ച് 4-ാമത്തെ പാഠം പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഈ പാഠത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മോടൊപ്പം പാഠം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി 2 മാന്യ വ്യക്തികളുണ്ട്. ബ്രദർ ജിജോ ഫ്രാൻസിസ് ചാക്കോ, ഇദ്ദേഹം ഇവിടെ സ്പൈസർ അഡ്വന്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യ വർഷ തിയോളജി വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പാസ്റ്റർ അരുൺ എസ് കെ, ഇദ്ദേഹം ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ സ്പൈസറിൽ തിയോളജി സ്റ്റുഡൻ്റായി പഠിച്ചു വരികയാണ്. ഇരുവരെയും ഇന്നത്തെ ഈ ഡിസ്കഷനിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ആഴ്ചയിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത് രാഷ്ട്രങ്ങൾ എന്നതിനെ കുറിച്ച് ആസ്പദമാക്കിയ ഒരു പാഠമാണ്. ഇത് 1-ാമത്തെ ഭാഗം മാത്രമാണ്. ഇതിൻ്റെ 2-ാമത്തെ ഭാഗം നാം വരും ആഴ്ചകളിൽ പഠിക്കുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മനപ്പാഠവാക്യം എന്നുള്ളത് ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ആമേൻ. ഈ പാഠത്തിന് മുന്നോടിയായി നമുക്ക് ബ്രദർ ജിജോയുമൊത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ അവിടുന്ന് ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങൾ അവിടുന്ന് പാഠപഠനത്തിനായി അവിടുന്ന് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. അവിടുന്ന് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളിലൂടെ അവിടെ നിറവേറുവാൻ അവിടുന്ന് ഒരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇത് പഠിക്കുന്നതിലൂടെ അങ്ങയിലേക്ക് നോക്കി ജീവിക്കുവാൻ അവിടുന്ന് ഒരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോ ദൈവജനത്തെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അവരും പഠിച്ച് അങ്ങയുടെ വരവോളം വിശ്വസ്തരായി ജീവിക്കുവാൻ അവിടുന്ന് ഒരുക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ചോദിച്ച ചുരുക്കമാണെങ്കിലും അധികം നന്മകളാൽ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് എല്ലാം ഞങ്ങൾക്കായി ജീവൻ നൽകിയ യേശുവിൻ നാമത്തിൽ ഏറ്റവും താഴ്മയായി യാചിക്കുമ്പോൾ കൃപ തോന്നണമേ. സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ. ആമേൻ. താങ്ക് യു ബ്രദർ ജിജോ. എനിക്ക് ഇന്നത്തെ മനപ്പാഠവാക്യം വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ പറയുന്നു, അവൻ്റെ രാജ്യത്വം നിത്യ രാജ്യത്വം, അത് നീങ്ങിപ്പോവുകയില്ല. ഈ ആഴ്ചയിൽ നാം അത് തന്നെയാണ് പഠിക്കുന്നത്. രാജ്യത്വത്തെക്കുറിച്ച്. മാനുഷിക രാജ്യത്വവും ഉണ്ട്, ദൈവീകത്വവും ഉണ്ട്. ബ്രദർ ജിജോ, ഉൽപ്പത്തി 10-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ ചില രാഷ്ട്രീയ ക്യാരക്ടേഴ്സിനെ നമ്മുടെ കാണുന്നുണ്ട്. എന്താണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്? ഉൽപ്പത്തി 10-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നിമ്രോദ് എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. നിമ്രോദിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യ വീരനായിട്ടാണ് നിമ്രോദിനെ അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നിമ്രോദിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നിമ്രോദാണ് ബാബേൽ ഗോപുരം പണിയാനായിട്ട് അതിനെ ചുക്കാൻ പിടിച്ചു കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ബാബേൽ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും ഒരു ജലപ്രളയം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടും അതുപോലെ തന്നെ അവരുടെ പേര് വലുതായിട്ട് കാണിക്കുവാനായിട്ടും അവർ തീരുമാനിക്കുകയും ഈ ബാബേൽ ഗോപുരം പണിയാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് യഹോവ കണ്ടിട്ട് യഹോവ ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കി കളഞ്ഞു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ എത്ര തന്നെ നമ്മുടെ ഭൂമിയിൽ വലിയ രാജ്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ രാജ്യമാണ് അവിടെ നിലനിൽക്കൂ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നിമ്രോദിൻ്റെ കഥയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു മത്സരം നാം കാണുന്നുണ്ട് ദൈവത്തോട് എതിരെ. പലരും, ഞാൻ പോലും കരുതിയിട്ടുണ്ട് നിമ്രോദ് ഒരു മൈറ്റി ഹണ്ടർ എന്ന് നാം ചിന്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ഒരു മത്സരിയാണ് നിമ്രോദിൽ നാം കാണുന്നതെന്ന് തോന്നുന്നു. നന്ദി ബ്രദർ ജിജോ ആ ഉത്തരത്തിന്. പാസ്റ്റർ അരുൺ, ഉൽപ്പത്തിയിൽ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. എന്തായിരുന്നു അബ്രഹാമിൻ്റെ വിളിയുടെ ദൈവത്തിൻ്റെ ലക്ഷ്യം? അബ്രഹാമിൻ്റെ വിളിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന് പറയുന്നത്, അബ്രഹാമിലൂടെ ദൈവത്തെ ഈ ലോകത്തിലുള്ളതായ ജനത്തിന് അറിയിക്കണം എന്നുള്ളതായിരുന്നു. കാരണം മറ്റുള്ള ജീവിതങ്ങളെന്ന് പറയുന്നത് ദൈവ ഇഷ്ടപ്രകാരമല്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. നമുക്ക് കാണുവാൻ കഴിയും, അബ്രഹാമിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം ദൈവ ഇഷ്ടപ്രകാരം അല്ലായിരുന്നു ആദ്യം ജീവിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിന്
അബ്രഹാമിനോട് സ്നേഹം ഉണ്ടാകുകയും അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്യുന്നു? വിളിക്കുകയാണ്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിലുള്ളതായ ജനത്തെയും അതുപോലെ ദൈവം വിളിക്കുകയാണ്. കാരണമെന്ന് പറയുന്നത്, അബ്രഹാം എപ്രകാരം ജീവിച്ച, അതുപോലെ അബ്രഹാമെ കുറിച്ച് അവിടെ പഠിക്കുമ്പോൾ പറയുന്നത്, നിന്നെ വലിയൊരു എന്തു ചെയ്യും? ജാതിയാക്കും, ഈ ലോകത്തിലുള്ളതായ എല്ലാവരും അറിയപ്പെടുന്ന തരത്തിലാക്കും എന്നുള്ളത് അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്നതായ ആ നിലവാരങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ദൈവ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെതായ ഇഷ്ടങ്ങളെ അറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം അബ്രഹാമിൻ്റെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. തീർച്ചയായിട്ടും അബ്രഹാമിൻ്റെ കാര്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, ആ വിളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും, മാനുഷികമായ രാജ്യത്വങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു രാഷ്ട്രത്തെ പണിതുയർത്തുവാൻ അബ്രഹാമിനെ ദൈവം വിളിച്ചു. വളരെ മനോഹരമാണ് അബ്രഹാമിൻ്റെ ആ വിളി. ഇന്ന് നമുക്കും ആ ഒരു അവസരമുണ്ട്. ഇന്ന് ഈ ലോകത്തിൻ്റെ ഗവൺമെൻറ്റിന് മുൻപിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം രാഷ്ട്രമായി തീരുവാൻ. ഇതല്ലേ നമ്മുടെ ജോലി? ദൈവത്തിന് മഹത്വം. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും ഡിസ്കഷൻ തുടരാം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ സമയം ഒരു ചെറിയ ഷോർട്ട് ബ്രേക്കിനുള്ള സമയമാണ്. ഈ ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം തുടർന്ന് ഈ ഭാഗം ഒരുമിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, നാം തുടർന്ന് പഠിച്ചു വരുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നാം കൃത്യമായി 8-ാം അധ്യായത്തിൽ എന്താണ് കാണുന്നത്? അവിടെ എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? 1 ശമൂവേൽ 8-ാം അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേലിന് വേണ്ടി ഒരു രാജാവിനെ വേണം എന്നുള്ളതായ കാര്യം ജനങ്ങൾ ശമൂവേലിനോട് പറയുകയാണ്. അതിനുള്ളതായ പ്രധാന കാര്യമെന്ന് പറയുന്നത്, ന്യായപാലകന്മാരായിരുന്നു ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്നത്, അന്നത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ ദൈവ ഇഷ്ടപ്രകാരമല്ലാത്ത രീതികളിൽ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അങ്ങനെ രാജാവിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം ശമൂവേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, രാജാവിനെ നൽകപ്പെട്ടിരിക്കുമ്പോൾ രാജാവ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം, ജനങ്ങളെ സംരക്ഷിക്കുകയും ജനങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും വേണം. പക്ഷേ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, രാജാക്കന്മാർ അവരുടെ അധികാരങ്ങളെ അവരുടേതായ ജീവിതങ്ങൾക്കായിട്ട് അവർ ഉപയോഗിക്കുകയും ജനങ്ങളെ കാണാതെ പോവുകയും ചെയ്യുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, ഏത് രാജാവായിരുന്നാലും രാജാവ് മനുഷ്യരായതുകൊണ്ട് തന്നെ അവരിൽ പാപമുണ്ട്. അതുകൊണ്ട് പാപമുള്ളത് കൊണ്ട് അവർ ഏത് വിധേനയും അവർ ജീവിക്കും. അപ്പോൾ ഒരിക്കലും അതുപോലെ നമ്മൾ ജീവിക്കാൻ പാടില്ല. കാരണം എന്ന് പറയുന്നത്, രാജാവ് എന്ന് പറയപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് നല്ല ഒരു ജീവിതം കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം, ഒരു മാതൃകയുള്ള ഒരു ജീവിതമായിരിക്കണം അതിൽ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, നമുക്കൊരധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ആ അധികാരം നമ്മൾ ദുർവിനിയോഗം ചെയ്യുവാൻ പാടില്ല. ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ദൈവ നിയോഗപ്രകാരമായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും. മാത്രമല്ല, ഇപ്പോൾ ഈ രാജാക്കന്മാരെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഏതൊരു വലിയ രാജാവാണെങ്കിലും ഒരിക്കലെങ്കിലും തെറ്റ് ചെയ്തു കാണും, അല്ലേ? ഇപ്പോൾ ദാവീദിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, എല്ലാ ഉയർന്ന രാജാക്കന്മാരും ഒരു പ്രാവശ്യമെങ്കിലും തെറ്റിക്കാണും. ഇവിടെ ലേഖൻ പറയുന്നൊരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കിഷ്ടപ്പെട്ടു. സിന്നേഴ്സ് ഗവേണിങ് സിന്നേഴ്സ്. പാപികൾ പാപികളെ ഭരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ രാജ്യം വരുമ്പോൾ അങ്ങനെയല്ല. നീതിമാനായ ദൈവം നമ്മെ ഭരിക്കുന്നു. ദൈവത്തിന് മഹത്വം. തുടർന്ന് നാം പഠിച്ചു വരുമ്പോൾ ബ്രദർ ജിജോ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ
ക്രിസ്തീയ സഭ പണിയുന്നതിന് വേണ്ടുന്ന ഒരു നല്ല ശുശ്രൂഷകൻ്റെ, ഒരു നല്ല ഭരണാധികാരിയുടെ ഒരു ക്വാളിറ്റി യേശുക്രിസ്തു പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ. എന്താണത്? മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അധികാരി എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അധികാരിയുടെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം എന്ന് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നാം എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഈ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ച് മനുഷ്യരെയും സൃഷ്ടിച്ച അതേ ദൈവം ഭൂമിയിൽ അവതാരമെടുത്ത് വന്ന് മനുഷ്യരെ സേവിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇത് തന്നെയായിരിക്കണം ഓരോ അധികാരികളുടെയും ലക്ഷ്യം അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് നാം കാണുന്നു. പക്ഷേ ഇന്നുള്ള അധികാരികളിലേക്ക് നാം നോക്കുമ്പോൾ പലപ്പോഴും ഇത് വീഴ്ച ഭവിക്കുന്നതായിട്ട് നാം കാണുന്നു. ഈ അധികാരങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് മനുഷ്യരെ സേവിക്കാനും മനുഷ്യർക്ക് നന്മ ചെയ്യാനായിട്ടുമാണ്. പക്ഷേ ഇന്ന് അത് പൂർണ്ണമായിട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ഈ ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിലെല്ലാം മത്സരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് പണ്ട് ക്രിസ്തുവിൻ്റെ സമയത്തും ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ ക്രിസ്തു അവരോട് പറയുന്ന ആ വലിയ പാഠം അത് ഇന്ന് നമ്മുടെ ഈ ഭൂമിയിലും നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു പാഠം തന്നെയാണ്. നന്ദി ബ്രദർ ജിജോ ആ വാക്കുകൾക്കായി. നാം തുടർന്ന് ക്രിസ്തുവിനെക്കുറിച്ച് ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം ജിജോ പറഞ്ഞതുപോലെ തന്നെ താഴ്മ, അല്ലെങ്കിൽ ഞാൻ സേവിക്കപ്പെടുവാനല്ല, ഞാൻ സേവിക്കേണ്ടവനാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. ഇന്ന് ശുശ്രൂഷകരായി അല്ലെങ്കിൽ ദൈവമക്കളായി ഒരു ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്ന നമുക്ക് ഏവർക്കും ആ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ സേവിക്കപ്പെടുവാനല്ല, ഞാൻ സേവിക്കുവാനാണ് ഇവിടെ ആയിരിക്കുന്നതെന്നുള്ളത്. വളരെ മനോഹരമാണ് ക്രിസ്തുവിൻ്റെ വാക്കുകൾ. ദൈവത്തിന് മഹത്വം. ഈ സമയം നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോയാലോ? കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. പ്രിയമുള്ളവരെ, ഈ സമയം ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇതിന് ശേഷം വീണ്ടും ഞങ്ങളോട് ഒത്തുചേരുക. ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ അനേകമാണ്. അവൻ്റെ പരിശുദ്ധമായ വാക്കുകൾ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് വളരെ വലിയതാണ്. ഈ ഭൂമിയിലെ അധികാരത്തെയും ക്രിസ്തുവിൻ്റെ അധികാരത്തെയും നാം കമ്പയർ ചെയ്ത് പോവുകയാണ്. ഇതിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തുകയാണ്. മനോഹരമായ ആ പാഠം നാം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒത്തുചേരാം. ഞങ്ങളോടൊപ്പമായിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം തുടർന്ന് ഒരുമിച്ച് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്ന് ഈ ഭൂമിയിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ പല നേതാക്കളും അല്ലെങ്കിൽ അധികാരികളും ഭൂമിയുടെ അധികാരങ്ങളെല്ലാം പൂർണ്ണമായി വരുന്നത് നാം കാണുന്നില്ല. നാം പഠിച്ചതുപോലെ പല കുറവുകളും അന്നത്തെ രാജാക്കന്മാർക്കായാലും ഇന്നത്തെ അധികാരികൾക്കായാലും നാം കാണുന്നു. പക്ഷേ ദൈവം അതൊക്കെയും മറന്നുകൊണ്ട് അവരെല്ലാം തന്നിലേക്ക് ആകർഷിപ്പിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ വിളിച്ചു. ദൈവത്തിലേക്ക് അനേകം ആളുകളെ ചേർക്കുവാനായി. ഇന്ന് ദൈവത്തിൻ്റെ സഭ എന്ന് അവകാശപ്പെട്ട് അനേകം സഭകളായിരിക്കുന്നു. എന്താണ് ഈ സഭയുടെ ഉത്തരവാദിത്തം, പ്രിയ പാസ്റ്റർ? ഇസ്രായേൽ ജനത്തെ ദൈവം എപ്രകാരം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുപോലെ തന്നെയാണ് സഭയെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുക എന്നുള്ളതായിരുന്നു ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം നൽകിയിരുന്നത്. ആ വാഗ്ദത്തം തന്നെയാണ് ഇന്നത്തെ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ 14-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ത്രിവിധ ദൂതുകളെ കാണുവാൻ കഴിയും. അതിൽ 1-ാമത്തെ ദൂത് പറയുന്നുണ്ട്, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കലൊരു സുവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെതായ സുവിശേഷം ലോകത്തിലുള്ള എല്ലാവരും എന്ത് ചെയ്യണം? അറിയണം. എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ജീവിക്കണം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ആ ഉത്തരവാദിത്വം തന്നെയാണ് ഇന്ന് സഭയ്ക്കും ദൈവം നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ മക്കളിനെ ദൈവം വിളിച്ചത് അനേകം ജാതികൾ അവരെ കണ്ട് അവരുടെ ദൈവത്തെ കണ്ട് അവരിലേക്ക് ദൈവത്തിങ്കിലേക്ക് വരുവാനായിരുന്നു. പക്ഷേ അത് തന്നെയാണ് നമ്മുടെയും ഇന്നത്തെ
ഉത്തരവാദിത്തം നമ്മുടെ സഭയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെയും ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ ഉയർത്തുക, ദൈവത്തെ അവരിൽ ആകർഷകരാക്കി അവരെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഈ പാഠം പഠിക്കുമ്പോൾ ബ്രദർ ജിജോ ഞങ്ങളെ സഹായിക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ ഉത്തരവാദിത്തം, ദൈവത്തിൻ്റെ വലിയ ഉത്തരവാദിത്തം ദൈവ സഭ എന്ന നിലയിൽ നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുക? ദൈവത്തിൻ്റെ ആ പൂർണ്ണ വേല ചെയ്യുവാനായിട്ട് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവത്തിന് പ്രസാദകരമാക്കി തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ നാം റോൾ മോഡലായിട്ട് എടുത്ത് അതുപോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തെ കണ്ട് മറ്റുള്ളവർ യേശുവിലേക്ക് നോക്കുവാൻ അവിടുന്ന് ഒരുക്കുക. ഇതിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നാം പലപ്പോഴും അതിന് തോറ്റുപോകാറുണ്ട്. അതെ അതെ. പാസ്റ്റർ അരുൺ, ഞാൻ നോക്കുമ്പോൾ പലർക്കും ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അല്ലെങ്കിൽ ആളുകളെ ദൈവം പറഞ്ഞതുപോലെ സ്വീകരിക്കാൻ ഏവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പലരും അതിന് തോറ്റുപോകാറുണ്ട്. അതെന്തുകൊണ്ടാണ്? തോറ്റുപോകുന്നതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് വ്യക്തികളിലേക്കാണെന്ന് നോക്കുന്നത്. അതായത് മനുഷ്യനെ തന്നെ നോക്കുന്നു. നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ദൈവത്തെയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആ മാതൃക എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നത് രക്ഷ എന്ന് പറയപ്പെടുന്നത് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒന്നാണ്. അത് നൽകപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അത് നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അതുകൊണ്ട് നല്ലൊരു മാതൃകാപരമായ ഒരു ജീവിതം നമ്മളെന്ത് ചെയ്യണം, അതിൽ നയിക്കേണ്ടിയിരിക്കുകയാണ്. ഇല്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യർ പുറത്തേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് ചെയ്യാൻ കഴിയാത്തത്? അതായത് നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മളെ കണ്ട് ആളുകൾ ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ നാം ഇന്നത് ചെയ്യുവാൻ തോറ്റു പോകുന്നു. എന്തുകൊണ്ടാണ് പാസ്റ്റർ അരുൺ? അതിനുള്ളതായ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇന്ന് എല്ലാവരും നോക്കുന്നത് മനുഷ്യരിലേക്കാണ്, അതുപോലെ തന്നെ അധികാരികളിലേക്കും. അപ്പോൾ ഇതിലൊക്കെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യനെ വീഴ്ചയിലേക്ക് നയിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തുന്ന തരത്തിൽ ഇപ്പോൾ അധികാരികൾ തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉള്ള പരിഹാരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ വിശ്വാസവും ജീവിതവും നമ്മൾ അർപ്പിക്കേണ്ടതെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുക. ഇന്ന് പലരുടെയും വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തികളിലേക്ക് വയ്ക്കുകയാണ്. ഒരു മനുഷ്യനിലേക്ക് എന്ത് ചെയ്യുകയാണ്, മാനുഷികമായ മനുഷ്യനിലേക്ക് നോക്കുന്നതുകൊണ്ട് ചില വീഴ്ചകൾ, കാരണം മനുഷ്യൻ പാപികളായതുകൊണ്ട് അവർക്ക് വീഴ്ച സംഭവിക്കും. അപ്പോൾ ആ വീഴ്ച വരുമ്പോൾ പറയും അധികാരികളായി, ഇപ്പോൾ പുരോഹിതന്മാരായിരിക്കുന്നവർ തന്നെ ദൈവം പറയുന്നതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, ഇതിന്നേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് സഭ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നാം ഇത് തീർച്ചയായിട്ടും ഒന്നായി നിന്ന് ക്രിസ്തുവിൽ ഒരു സഭയായി നിന്ന് നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടുന്ന ഒരു വലിയ പ്രശ്നമായി നാം കണക്കിടേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് തന്ന മാതൃക പ്രകാരം നാം ഇവിടെ ജീവിച്ച് നമുക്കുമേൽ, സഭ എന്ന നിലയിൽ നമുക്കുമേൽ കർത്താവിൻ്റെ ഇഷ്ടം നാം ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യകരമാണ്. നന്ദി ഇരുവർക്കും ഞങ്ങളോടുകൂടെ ഇത്രയും നേരവും ഡിസ്കഷനിൽ നയിച്ചതിൽ. പ്രിയമുള്ള പ്രേക്ഷകരെ, ദൈവത്തിൻ്റെ അഴിഞ്ഞു പോകാത്ത, ഒരിക്കലും മാറിപ്പോകാത്ത രാജ്യത്വം അത് ഭൂമിയിലെ ഏതൊരു രാഷ്ട്രത്തെക്കാളും അതിഭയങ്കരവും മാറ്റമില്ലാത്തതും മഹത്വകരവുമാണ്. ആ രാജ്യത്വം ഏറ്റവും അടുത്തിരിക്കുന്നു. സഭ എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം